ഇന്ന് നടന്ന WCPO പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. പരീക്ഷ വളരെ എളുപ്പമായിരുന്നു. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ വളരെ എളുപ്പമായിരുന്നു. എല്ലാവർക്കും 10 മാർക്ക് വാങ്ങാൻ പറ്റിയ രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം തന്നെയായിരുന്നു. നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതും ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വന്നത്. നിങ്ങൾ നമ്മളെ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ അല്ലെങ്കിൽ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതും അതുപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതും ടോപ്പിക്കുകൾ എടുത്തിട്ടുള്ളതുമായിട്ടുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പരീക്ഷയിൽ ചോദിച്ചത്. ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നവർക്കറിയാം. അതിൽ ആദ്യത്തെ ചോദ്യം നോക്കി, ചേഞ്ച് ഇൻ ഇൻഡയറക്റ്റ് സ്പീച്ച്. താഴെ തന്നിരിക്കുന്ന ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കി, അപ്പോൾ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസവും ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, റിപ്പോർട്ട് സ്പീച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്, എല്ലാവരും അതൊന്ന് നോക്കി വെച്ചോണം എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ എന്ത് ചെയ്യുന്നൂടെ, ഇപ്പം സ്കൂൾ ടെക്സ്റ്റുകളിൽ റിപ്പോർട്ട് സ്പീച്ച് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കി വെച്ചിട്ട് ചോദിച്ച ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ദ ടീച്ചർ സെഡ് ദ എർത്ത് റിവോൾവ്സ് എറൗണ്ട് ദ സൺ. നമ്മളിത് ക്ലാസ്സുകളിൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ്, മുമ്പ് പരീക്ഷകളിൽ ചോദിച്ച ചോദ്യമാണ്. നോക്കി, നമ്മൾ പറഞ്ഞു ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ നാച്ചുറൽ ട്രൂത്ത്, പ്രോവർബ്, കോട്ട്സ്. ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ നാച്ചുറൽ ട്രൂത്തിനെ സംബന്ധിക്കുന്ന സെന്റൻസ്, പ്രോവർബിനെ സംബന്ധിക്കുന്ന സെന്റൻസ്, കോട്ട്സ് മഹത്വചനങ്ങൾ, സയന്റിഫിക്കലി പ്രൂവ്ഡ് തിങ്സ് എന്നിവയെ സൂചിപ്പിക്കുന്ന സെന്റൻസ് വന്നാൽ ദാറ്റ് ചേർത്ത് എന്തെഴുതാൻ പറഞ്ഞു? സെന്റൻസ് മാറ്റമില്ലാതെ എടുത്തെഴുതുക. സെന്റൻസ് യാതൊരു മാറ്റം വരുന്നില്ല. നമുക്ക് ആ സെന്റൻസ് അതുപോലെ എഴുതുക, ദാറ്റ് ചേർക്കുക. ഇവിടെ റിവോൾവ് കിടക്കുന്നു, വരില്ല. ഇവിടെ റിവോൾവ് കിടക്കുന്നു, വരില്ല. ഇവിടെ റിവോൾവ്സ്, ഇവിടെ റിവോൾവിങ് കിടക്കുന്നു. നമുക്ക് ഏത് ഉത്തരം? സി ഓപ്ഷൻ. ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എർത്ത് റിവോൾവ്സ് എറൗണ്ട് ദ സൺ. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ചോദ്യമാണ്. ഇപ്പോൾ ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ എന്ത് വന്നിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ട്രൂത്ത്, പ്രോവർബ്, കോട്ട്സ് എന്നിവയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വന്നാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ദാറ്റ് ചേർത്ത് സെന്റൻസ് മാറ്റമില്ലാതെ എഴുതുക. ഇനി എന്ത് ചെയ്യുന്നു? നമ്മുടെ സാധാരണ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ടിംഗ് റൂൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏതായിരുന്നു കൂട്ടിലെ റിപ്പോർട്ടിംഗ് റൂള്? തന്നിരിക്കുന്ന ചോദ്യത്തിൽ നമ്മൾ റിപ്പോർട്ടിംഗ് റൂൾ വെച്ചിട്ടാണ് എല്ലാ ചോദ്യങ്ങളും ചെയ്യുന്നത്. അതിൽ ഓക്സിലറി വെർബ് തന്നിട്ടുള്ള സെന്റൻസുകളിൽ ഓക്സിലറി പ്രസന്റ് ആണെങ്കിൽ, തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഓക്സിലറി പ്രസന്റ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായി കൊടുക്കുക? ഓക്സിലറി എന്തായി കൊടുത്താൽ മതി? പാസ്റ്റ് ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ഈസ് ആമിന്റെ പാസ്റ്റ് ആണ് വാസ് എന്ന് പറയുന്നത്, ആറിന്റെ പാസ്റ്റ് ആണ് വേറെ എന്ന് പറയുന്നത്, ഹാസ് ഹാവിന്റെ പാസ്റ്റ് ആണ് ഹാഡ് എന്ന് പറയുന്നത്, ഹാഡിന്റെ പാസ്റ്റ് ഹാഡ് തന്നെയാണ്, വില്ലിന്റെ പാസ്റ്റ് വുഡ്, ഷാളിന്റെ പാസ്റ്റ് ഷുഡ്, ക്യാനിന്റെ പാസ്റ്റ് കുഡ്, മേയുടെ പാസ്റ്റ് മൈറ്റ്, മസ്റ്റിന്റെ പാസ്റ്റ് ഹാഡ് ടു. ഓക്കെ, V1 എസ്സിൽ അവസാനിക്കുന്ന വെർബോ ഡുവോ ഡെസ്സോ വന്നു കഴിഞ്ഞാൽ V2 ആക്കി കൊടുക്കുക. അടുത്ത റൂൾ ഇതാണ്, വാസ് ഓർ വെയർ വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ വാസ് വെയറിന് മാറ്റിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് ഹാഡ് ബീൻ ആക്കി കൊടുക്കുക. എന്തായി കൊടുക്കുക? ഹാഡ് ബീൻ. ഇനി V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഡു അല്ലെങ്കിൽ ഡെസ് വരുന്ന ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വരുന്ന ചോദ്യമാണെങ്കിൽ ഇതിനെല്ലായിടത്തും വന്നിട്ട് വെർബ് V2 ആക്കുക. V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന ഒരു ചോദ്യമാണ് തരുന്നതെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാറ്റിയിട്ട് ഹാഡ് പ്ലസ് V3 ആയി കൊടുക്കുക. റിപ്പോർട്ടായി. ഒരു ചോദ്യത്തിലൂടെ പരിചയപ്പെടാം. ഹി സെഡ് ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ ഐ ആം ഗോയിങ്. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? നമുക്ക് ദാറ്റ് ചേർക്കുക. നോക്കുക, അപ്പൊ നമുക്ക് എങ്ങനെ തുടങ്ങാം? ഹി സെഡ് ദാറ്റ്. ഐ എന്തായിട്ട് മാറും കുട്ടികളെ? ഐ കോമ വി ഒക്കെ വന്നു കഴിഞ്ഞാൽ സെഡിന്റെ മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റ് ആക്കുക. ഹി ആമിന്റെ പാസ്റ്റ് ഏതാ? പ്രസന്റ് ഓക്സിലറി പാസ്റ്റ് ആക്കാൻ പറഞ്ഞു, വാസ്. ഹി വാസ് ഗോയിങ്. റിപ്പോർട്ടായിട്ട് മാറും. ഇങ്ങനെ നമുക്ക് എല്ലാ സെൻറ്റൻസുകളും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു റൂൾ ഓർമ്മയിലിരിക്കുക. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിൽ ഉത്തരം കണ്ടെത്താം. ഈസ് വരുന്ന ചോദ്യമാണെങ്കിൽ വാസ് വരുന്ന ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം. ആറ് വരുന്ന ചോദ്യമാണെങ്കിൽ വേറെ വരുന്ന ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം. ഹാസ് ആണെങ്കിൽ ഹാഡ് വരുന്ന ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിയാൽ മതി. വാസ് ഓർ വേറെ ആണെങ്കിൽ ഹാഡ് ബീൻ വരുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. ഒരെണ്ണേ കാണും, അത് തന്നെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, അപ്പം നമ്മൾ ഇവിടുത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ഓപ്ഷനാണ്. എല്ലാവർക്കും ഇത് വളരെ എളുപ്പമുള്ളതാണ്. 1 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയ ഒരു ചോദ്യമായിരുന്നു. 1 മാർക്ക് എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കി, നമ്മൾ പറയുകയാണ് ഫൈൻഡ് ദ എറർ ആൻഡ് റീറൈറ്റ് ദ കറക്റ്റ് സെന്റൻസ്. ഇതിൽ ഈ ചോദ്യത്തിൽ തന്നെ എറർ എന്ന് വേണ്ട, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ് എന്ന് മതി കേട്ടോ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ്. ഫൈൻഡ് ദ എറർ നമുക്ക് വേണ്ടല്ലോ, സെന്റൻസ് തന്നിട്ടില്ലല്ലോ. സെന്റൻസ് തന്നിട്ടില്ലാത്തതുകൊണ്ട് തെറ്റ് കണ്ടെത്തി തിരുത്താൻ അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് കറക്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ദ കറക്റ്റ് സെന്റൻസ്. താഴെ തന്നിരിക്കുന്നത് ശരിയായിട്ടുള്ള സെന്റൻസ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞ ചോദ്യമാണ്, ഇന്നലെയും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞ എങ്ങനെയായിരുന്നു?
സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ നമുക്ക് ഉത്തരം എന്തായിരിക്കും എന്ന് പഠിച്ചു കൂട്ടില്ലേ? ഹാസ് ബീൻ അല്ലെങ്കിൽ ഹൗ ബീൻ, ഹാസ് ബീൻ അല്ലെങ്കിൽ ഹൗ ബീൻ പ്ലസ് ing ആയിരിക്കും ഉത്തരം. നമുക്ക് ഇവിടെ എല്ലാം സിൻസ് അല്ലെങ്കിൽ സിൻസ് വരുന്ന സെന്റൻസുകളാണ്. അപ്പൊ എന്തായാലും ഹാസ് ബീൻ ഓർ ഹൗ ബീൻ പ്ലസ് ing വരണം. ഒന്നാമത്തേൽ ആമാണ്, വരില്ല. രണ്ടാമത്തേൽ ഹാവ് ബീൻ വന്നിട്ടുണ്ട്, ഉത്തരം വരാം. മൂന്നാമത്തേൽ വാസ് വരില്ല. ഇവിടെ ഹാഡ് വർക്ക്ഡ് ആണ് കിടക്കുന്നത്, വരില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബി ഓപ്ഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഉത്തരം ശരിയാണ്. ഇതും എല്ലാവർക്കും ശരിയാവും. 2 മാർക്ക് എല്ലാവർക്കും ഇവിടെയും കിട്ടും. ഈ 2 ചോദ്യങ്ങൾ എല്ലാവർക്കും ശരിയാവും. ബേസ് വെച്ചിട്ടുള്ള ചെറിയ ചോദ്യം. അടുത്ത ചോദ്യം നോക്കി. അടുത്ത പിക്ക് ഔട്ട് ദ കമ്പാരറ്റീവ്സ് ഡിഗ്രി സെന്റൻസ്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മുമ്പത്തെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത ചോദ്യമായിരുന്നു. കമ്പാരിറ്റീവ് ഡിഗ്രി 4 സെന്റൻസ് വന്നിട്ട് ശരിയായിട്ടുള്ള സെന്റൻസ് ഏത് എന്നൊക്കെ ചോദിക്കുന്നു. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ER-ൽ അവസാനിക്കുന്നതോ മോറിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്കുകൾ കഴിഞ്ഞിട്ട് എന്ത് വരണം? ദാൻ വരണം. ER-ൽ അവസാനിക്കുന്നതോ മോറിൽ തുടങ്ങുന്നതായിട്ടുള്ള വാക്കുകൾ കഴിഞ്ഞിട്ട് ദാൻ വരണം. അങ്ങനെ ഒരു ഓപ്ഷൻ നോക്ക്. മോറ് കഴിഞ്ഞിട്ട് ദാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഫാസ്റ്റിന്റെ 3 രൂപം ഫാസ്റ്റ്, ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ് എന്നാണ് കേട്ടോ. ഫാസ്റ്റ്, ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ് എന്നാണ്. ഇപ്പൊ മോർ ഫാസ്റ്റ് നമ്മൾ ചേർക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഫാസ്റ്റസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, വേണ്ട. ഫാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നോക്ക് അസ്സാണ്. നമ്മളോട് ദാൻ വരണമെന്ന്, അതും വരില്ല. നോക്ക് 4ാമത്തെ ഓപ്ഷൻ നോക്കി. ഫാസ്റ്റർ കമ്പാരിറ്റീവ് ഡിഗ്രി ദാൻ വന്നിട്ടുണ്ട്. ER-ൽ അവസാനിക്കുന്നത് ദാൻ വന്നിട്ടുണ്ട്. ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പം കമ്പാരിറ്റീവ് ഡിഗ്രി കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് എന്ത് വരണം കുട്ടികളെ? ദാൻ വരണം. എങ്ങനെ കമ്പാരിറ്റീവ് ഡിഗ്രി മനസ്സിലാക്കാം? ER-ൽ അവസാനിക്കുന്നതും മോറിൽ തുടങ്ങുന്നതായിട്ടുള്ള വാക്കുകൾ. ഇനി ദാ കഴിഞ്ഞിട്ട് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് വരുന്നത്. സൂപ്പർലേറ്റീവ് ഡിഗ്രി എങ്ങനെ മനസ്സിലാക്കാം കുട്ടികളെ? EST-ൽ അവസാനിക്കുന്നതോ അല്ല എങ്കിൽ മോസ്റ്റിൽ തുടങ്ങുന്നതായിട്ടുള്ള വാക്കുകൾ. ഇനി സോ അല്ലെങ്കിൽ അസ് കഴിഞ്ഞിട്ട് പോസിറ്റീവ് ഡിഗ്രി വരും. സോ അല്ലെങ്കിൽ അസ് കഴിഞ്ഞിട്ട് പോസിറ്റീവ് ഡിഗ്രി, വീണ്ടും ഒരു അസ് വരും. സോർ അസ് കഴിഞ്ഞിട്ട് പോസിറ്റീവ് ഡിഗ്രി. പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് യാതൊരു മാറ്റവും ഇല്ലാണ്ട് പറയുക. ടാള്, ബിഗ്, സ്മോള്, ക്ലവർ, ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഐഡിയയിൽ നമുക്ക് എന്ത് ചെയ്യും? ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താം. നമുക്ക് ഡി ഓപ്ഷനാണ്. ഇതും വളരെ എളുപ്പമായിരുന്നു. 3 മാർക്ക് സുഖമായി ഒപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ചോദ്യം. അടുത്ത ചോദ്യം നോക്കി. ഇന്നലെ പറഞ്ഞ ചോദ്യമാണ്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നു. സ്യൂട്ടബിൾ ടാഗ് ഉപയോഗിക്കുകയാണ്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. നമുക്ക് ലെറ്റ്സ് അതുപോലെ ലെറ്റസിൽ തുടങ്ങുന്ന സെന്റൻസുകളുടെ ടാഗ് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറഞ്ഞു? കോമൺ ടാഗാണ് ഷാൾ ബി ഉപയോഗിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഇന്നലെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പറഞ്ഞു. ഇനി ലെറ്റസ് വരുന്ന സെന്റൻസുകളിൽ പ്ലീസ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചേർക്കാൻ പറഞ്ഞു കുട്ടികളെ? വില്ല് യു ഉത്തരമായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു. വില്ല് യു. ഇനി ലെറ്റ് ഹിം അതുപോലെ ലെറ്റ് ഹെർ എന്നിവ വരുന്ന സെന്റൻസുകളിൽ എന്ത് ഉപയോഗിക്കാൻ പറഞ്ഞു കുട്ടികളെ? വില്ല് യു ടാഗായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു. സെന്റൻസ് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും നോക്കണ്ട. ലെറ്റ് മീൽ തുടങ്ങുന്ന സെന്റൻസുകളാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാന്ന് പറഞ്ഞു? വില്ല് യു ഉപയോഗിക്കാം. അതുപോലെ ഷാളായി ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. വില്ല് യു അല്ലെങ്കിൽ ഷാളായി. ഇനി ലെറ്റ് മീ പ്ലീസ് ആണെങ്കിൽ ലെറ്റ് മീ പ്ലീസ് ആണെങ്കിൽ എന്ത് ഉപയോഗിക്കാൻ പറഞ്ഞു? വില്ല് യു ഉപയോഗിക്കാൻ പറഞ്ഞു. ലെറ്റ് മീ പ്ലീസ് ആണെങ്കിൽ വില്ല് യു മാത്രം. നമുക്കിവിടെ ലെറ്റസിൽ തുടങ്ങുന്നുണ്ട്. ഷാൾ ബി അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഏത് ഓപ്ഷൻ? ഷാൾ ബി. സി ഓപ്ഷനാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഷാൾ ബി ഉത്തരമായിട്ട് വരുന്നത്. +2-നും 10ാം ക്ലാസ്സിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ലെറ്റ്സ് വരുന്ന സെന്റൻസുകളുടെ ടാഗ്. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ചോദ്യം നോക്കിയേ. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരവും എല്ലാവർക്കും കിട്ടും. അപ്പൊ 4 മാർക്ക് സുഖമായി നേടാൻ വേണ്ടി പറ്റും. ഇത് ഏത് പൊട്ടക്കണ്ണനും നേടാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത ചോദ്യം നോക്കി. ഇഫ് ക്ലോസ് നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു, ചോദ്യം ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് എടുത്തു പറഞ്ഞ ടോപ്പിക്കാണ് ഇഫ് ക്ലോസ് നോക്കണം. കാരണം +1 ഒരു പാഠം ഇഫ് എന്ന് പറഞ്ഞിട്ടൊരു കവിതയാണ്. അപ്പോൾ ഇഫ് ക്ലോസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇഫ് വരുന്ന ചോദ്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. ഇഫ് കഴിഞ്ഞിട്ട് നോക്ക്. ഇഫ് കഴിഞ്ഞിട്ട് വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്, അല്ലെങ്കിൽ ഡു, ഡസ്, അല്ലെങ്കിൽ ഏതൊക്കെ വരാം? ഈസ്, ആം, ആറ്, അല്ലെങ്കിൽ ഹാസ്, ഹാവ്. ഇതിലേതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഉത്തരം ഏതാണ് മക്കളെ? വില്ല്, അതുപോലെ ഷാള്, അതുപോലെ ക്യാൻ, അതുപോലെ മേ +V1 ഉത്തരമായിട്ട് വരുന്നു. വില്ല്, ഷാള്, ക്യാൻ, മേ +V1 ഉത്തരം വരുന്നു. ഇഫിന്റെ 1ാമത്തെ റൂൾ.
രണ്ടാമത്തെ റൂൾ ഏതാണ് കുട്ടികളെ? ഇഫ് കഴിഞ്ഞിട്ട് വെർബ് വീട്ടു വരുന്നു അല്ലെങ്കിൽ ഡിഡ് വരുന്നു അല്ലെങ്കിൽ വാസ് ഓർ വെയർ വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഉത്തരം ഏത് വരുന്നു? വുഡ്, അതുപോലെ ഷുഡ്, വുഡ് ഷുഡ്, അതുപോലെ കുഡ്, അതുപോലെ മൈറ്റ് പ്ലസ് V1 തന്നെ വരുന്നു. ഇനി ഇഫിന്റെ മൂന്നാമത്തെ റൂൾ ഏതാണ്? ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നത്. ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് ഉത്തരം ഏതാണ്ട്? വുഡ്, അതുപോലെ ഷുഡ്, അതുപോലെ കുഡ്, വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഇനി നമ്മൾ ഒരു 2 എക്സെപ്ഷണൽ കേസ് പറഞ്ഞല്ലോ. ഹാഡ് കഴിഞ്ഞിട്ട് ഒരു നൗണാണ് കിടക്കുന്നതെങ്കിൽ, ഇവിടെ V3 ആണ് പറഞ്ഞത്. ഹാഡ് കഴിഞ്ഞിട്ട് നൗണാണ് കിടക്കുന്നതെങ്കിൽ രണ്ടാമത്തെ റൂൾ അനുസരിച്ച് ഉത്തരം എഴുതണം. 2 ഹാഡ് കഴിഞ്ഞിട്ട് ഒരു നൗണാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഏത് റൂള്? മൂന്നാമത്തെ റൂൾ അനുസരിച്ച് ഉത്തരം എഴുതണം. ഓക്കെ, ഇവിടെ നോക്കിയാണ്ടോ ഹാഡ് സ്റ്റഡീഡ് എന്നാണ് കിടക്കുന്നത്. ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ, ഇത് ക്ലാസ്സിൽ ചെയ്ത ചോദ്യം. ഷീ ഡാഷ് പാസ്ഡ് ദ എക്സാം. ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് വുഡ് ഹാവ്. ഇവിടെ V3 വന്നിട്ടുണ്ട്, വുഡ് ഹാവ് കൂടെ എഴുതിയാൽ മതി. സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. 5 മാർക്ക് സുഖമായിട്ട് നേടിക്കൂടെ കുട്ടികളെ? 5 മാർക്ക് എല്ലാവർക്കും കിട്ടും. അടുത്ത ചോദ്യം നോക്കി. സെലക്ട് ദ സെന്റൻസ് വിത്ത് കറക്റ്റ് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ അറിയാവുന്നവർക്ക് ഉത്തരം എഴുതും. നമ്മൾ കളക്റ്റീവ് നൗൺ നമ്മൾ കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ ക്ലാസ്സിൽ ഇരുന്നവർക്ക് കളക്റ്റീവ് നൗണൊക്കെ വളരെ പോലെ കിട്ടും. നമ്മളെല്ലാം കോഡ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കി. പ്രൈഡ് ലൈന് നമ്മൾ ഓരോന്നിന്റെ കളക്റ്റീവ് നൗൺ നോക്കി. ലൈനിന്റെ കളക്റ്റീവ് നൗൺ അതാ പ്രൈഡ് ഓഫ് ലൈൻ. നമ്മൾ പറഞ്ഞാണ് പ്രൈഡ് അഭിമാനം കൊള്ളുക അല്ലെങ്കിൽ അഹങ്കരിക്കുക എന്ന അർത്ഥത്തില് പ്രൈഡ് ഏതൊക്കെയാണ്? പക്ഷികളിൽ ഏറ്റവും ഭംഗിയുള്ള പക്ഷിയില്ല പീക്കോക്കാണ്. മൃഗങ്ങളിലാണെങ്കിൽ ലയനാണ്. പ്രൈഡ് ഓഫ് ലയൺ ആൻഡ് പീക്കോക്ക്. കൗവിന്റെ കളക്റ്റീവ് നൗൺ ഏതാണെന്ന് ചോദിച്ചാൽ ഹേർഡ് ഓഫ് ആണ്. ചാണകപ്പെടുന്ന ജീവജാലങ്ങളുടെ കളക്റ്റീവ് നൗൺ ഹേർഡ് ഓഫ് ആണ്. ബേർഡ്സിന്റെ കളക്റ്റീവ് നൗൺ ഏതാ? ഫ്ലോക്ക് ഓഫ് ആണ്. ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്. ഫിഷിന്റെ കളക്റ്റീവ് നൗൺ പറഞ്ഞു. സ്കൂളിൽ പഠിക്കുമ്പോൾ ഷോൾ ഉപയോഗിച്ച് മീൻ പിടിക്കാൻ പറ്റുന്നുണ്ട്. സ്കൂൾ ഓഫ് ഫിഷ്, ഷോൾ ഓഫ് ഫിഷ് ആണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ പ്രൈഡ് ഓഫ് കറക്റ്റ് ആയിട്ട് വരുന്ന ലൈൻ മാത്രമേ ഉള്ളൂ. പ്രൈഡ് ഓഫ് ലൈൻ 6 മാർക്ക് സുഖം. അപ്പോൾ പ്രൈഡ് ഓഫ് ലൈൻ വരുന്ന സെൻറ്റൻസ് ആണ് ശരി. പ്രൈഡ് ഓഫ് ലൈൻസ് റൗണ്ട് ദ ഫോറസ്റ്റ്. കൗ ആണെങ്കിൽ ഹേർഡ് ഓഫ്. ഫ്ലീറ്റ് ഓഫ് ആണെങ്കിൽ വെഹിക്കിൾ ആണ്. വെഹിക്കിളിന്റെ കളക്റ്റീവ് ആണ് ഫ്ലീറ്റ് ഓഫ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ട്രൂപ്പ് ഓഫ് ആണെങ്കിൽ ആ ട്രൂപ്പ് ഓഫിനകത്ത് വരുന്നത് എന്ത് ചെയ്യുന്നു? ആ മങ്കി, ഗുറില്ല, ചിമ്പാൻസി ഒക്കെയാണ് ട്രൂപ്പ് ഓഫിനകത്ത് വരുന്നത്. ഓർമ്മയിലിരിക്കുക, നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അടുത്ത് നോക്കി. ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് താഴ്ന്ന ഇന്നലെയും പറഞ്ഞാണ് കുട്ടികളെ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ഗോഡ് ഈസ് കോൾഡ്. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നതിന് പറയുന്ന പേര് എന്താണ്? ഏതാണ് കുട്ടികളെ? എത്തിസ്റ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. നിരീശ്വരവാദികൾക്ക് പറയുന്ന പേരാണ് എത്തിസ്റ്റ്. തീസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിലീവ് ഇൻ ഗോഡ്. മോണോതീസ്റ്റ് എന്ന് പറഞ്ഞാൽ മോണോതീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസി. ബിലീവ് ഇൻ വൺ ഗോഡ് കേട്ടോ. വൺ ഗോഡ്, ഒരു ദൈവത്തെ മാത്രം വിശ്വസിക്കുന്നു. പോളിതീസ്റ്റ് എന്ന് പറഞ്ഞാൽ പോളിതീസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിലീവ് ഇൻ മെനി ഗോഡ് കേട്ടോ. ബിലീവ് ഇൻ മെനി ഗോഡ്, ധാരാളം ദൈവങ്ങളെ വിശ്വസിക്കുന്നു. ഇനി പാൻതീസ്റ്റ് എന്ന് പറഞ്ഞാൽ പാൻതീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഈസ് എവരിവെയർ, എല്ലായിടത്തും ദൈവം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് പാൻതിസ്റ്റ് എന്ന് പറയുന്നത്. ഗോഡ് ഈസ് എവരിവെയർ എന്ന് പറയുന്നതിന് ചിന്തിക്കുന്നതിന് പറയുന്ന പേരാണ് പാൻതിസ്റ്റ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എത്തിസ്റ്റ് ആണ്. സി ഓപ്ഷൻ ആണ്. തീസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിലീവ് ഇൻ ഗോഡ് എന്നാണ്, ദൈവവിശ്വാസി എന്നാണ്. ഇവിടെ നോട്ട് ബിലീവ് ആണ്. ഫാക്ടലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ. നമ്മൾ വിധി എന്നൊക്കെ പറയില്ലേ, ഫാക്ട് വിധി എന്നാണ് കേട്ടോ. ഫാക്ടലിസ്റ്റ് വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ്. വൺ ഹു ബിലീവ് ഇൻ ഫാക്ട്. അടുത്ത അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്തുവാ? നമ്മള് സംശയമുള്ള ആൾക്കാർ, സംശയാലികൾ എന്നൊക്കെ പറയില്ലേ, സംശയമുള്ള ആൾക്കാർ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എത്തിസ്റ്റ് ആണ്. സി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 7 മാർക്ക്. സുഖം, നമ്മളെല്ലാം പറഞ്ഞതാ. അപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിലുള്ള കുട്ടികളാണെങ്കിൽ അതൊന്ന് സീരിയസ് ആയിട്ട് പഠിച്ചവരായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് 10 മാർക്ക് അല്ലാണ്ട് ഒന്നും നമുക്കതിൽ നിന്ന് എന്ത് ചെയ്യുന്നോടെ കളയാൻ പറ്റില്ല. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു, എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അടുത്ത നോക്കിയേ, അബണ്ടന്റ് എന്നതിന്റെ അന്റോണിം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അബണ്ടന്റ് എന്ന് പറഞ്ഞാൽ ധാരാളം, പ്ലെന്റി എന്നാണ്. എക്സസ് ധാരാളം എന്നാണ്. ആംപിൾ എന്ന് പറഞ്ഞാലും ധാരാളം. എന്ത് ചെയ്യുന്നോടെ ആംപിൾ വാക്ക് എന്നൊക്കെ പറഞ്ഞാൽ വാക്ക് സ്ലോലി എന്നും പറയാറുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ
എന്ത് ചെയ്യുന്നത് സ്കാൻറ്റി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത് കുറവ് എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷനാണ്. ഓവർഫ്ലോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമായിട്ടുള്ളത് അല്ലെങ്കിൽ ഓവർഫ്ലോ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? സ്കാൻറ്റി ആണ്. സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ് എന്നാണ്. മിസ്സലേനിയസിന്റെ കറക്റ്റ് പാഠപുസ്തകത്തിലുള്ള വാക്കാണ്. മിസ്സലേനിയസിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്നാണ്. എല്ലാവർക്കും അത് കിട്ടും, പെട്ടെന്ന് കിട്ടുന്നതാണ്. ഇച്ചിരിയെങ്കിലും ബോധമുള്ള കുട്ടികൾക്കാണെങ്കിൽ കിട്ടും. എന്ത് ചെയ്യുന്നത്? മിസ്സലേനിയസ് എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. മിസ്സലേനിയസ് എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. നമ്മളത് ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട് ആ വാക്ക്. അടുത്ത് നോക്കിയേ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ ഉപയോഗിക്കുകയാണ്. ദ മിനിസ്റ്റർ പെർസിസ്റ്റഡ് presided, the minister presided the dash the meeting. നോക്കിയേ, ദ പ്രിസൈഡഡ് കഴിഞ്ഞാൽ ഓവർ ആണ് ചേർക്കുന്നത്. പ്രിസൈഡഡ് ഓവർ ദ മീറ്റിംഗ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. പ്രിസൈഡഡ് ഓവർ ദ മീറ്റിംഗ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 10 മാർക്കും സുഖമായിട്ട് നേടാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് എന്താണ് പാഠം എന്ന് ചോദിച്ചാൽ ഒരു പാടും ഇല്ല. അപ്പോൾ എല്ലാവർക്കും മാർക്ക് കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും കിട്ടിയ മാർക്കൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ കാണുന്ന ക്ലാസ്സുകൾ കാണുന്ന കുട്ടികൾ 10-ന് എത്ര എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചോദ്യം എന്ത് ചെയ്യുന്നൂടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഈ ചോദ്യവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങളൊന്ന് കുറിച്ച് വെച്ചൊന്ന് പഠിച്ചു നോക്കുക. പിന്നെ അതേപോലെ എന്ത് ചെയ്യുന്നൂടെ അറ്റ് എവിടെ ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ സമയത്തിനുള്ളിൽ അറ്റ് ഉപയോഗിച്ചിട്ട് പറയാം. നമ്മൾ അറ്റിൻ്റെ കാര്യത്തിൽ കോഡൊക്കെ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ബാർക്ക് എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞാൽ അറ്റ് ചേർത്ത് പറയും. ലാഫ് എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞാൽ അറ്റ് ചേർത്തിട്ട് പറയും. എയിം എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞാൽ അറ്റ് ചേർത്തിട്ട് പറയും. എബിലിറ്റി എന്ന വാക്ക് കഴിഞ്ഞാൽ അറ്റ്. റീജോയ്സ് പാഠപുസ്തകത്തിലുള്ളതാണ്. റീജോയ്സ് കഴിഞ്ഞാൽ അറ്റ് ചേർത്തിട്ട് പറയും. ബൈ വാഹനങ്ങളുടെ പേരിനുള്ളിലാണ് ബൈ ചേർത്ത് പറയണത്. ഒന്നിനുള്ളിലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ചേർത്തിട്ട് പറയണത്. ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, നമ്മളെ ക്ലാസ്സുകളിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും 10-ന് എത്ര മാർക്ക് കിട്ടി, നിങ്ങൾക്ക് പരീക്ഷ പൊതുവെ ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.